ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കൽ ഒരു മാതാപിതാക്കൾ തങ്ങളുടെ മകളെക്കുറിച്ച് എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തു. ഞങ്ങളുടെ മകൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അവൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല. അവൾ +2-വിൽ തോറ്റുപോയി എന്ന് ഒത്തിരിയേറെ സങ്കടപ്പെട്ടു. അവരുമായി പ്രാർത്ഥിച്ചിട്ട് മനസ്സിൽ തോന്നിയത് ഞാൻ ഇപ്രകാരം പറഞ്ഞു. സ്കൂളിലും കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളോടുമൊക്കെ അവളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ തൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പയ്യനുമായി അവൾ തെറ്റായ പ്രണയത്തിലാണെന്നറിഞ്ഞു. സ്നേഹമുള്ളവരെ, ആ പ്രണയത്തിൽ നിന്നും, ആ ബന്ധനത്തിൽ നിന്നും ആ മകളെ വീണ്ടെടുത്തപ്പോൾ അവൾ പിന്നീട് നന്നായി പഠിച്ച് പാസ്സായി. നമ്മുടെ വീട്ടിലെ മക്കൾ ശരിക്കും പഠിക്കുന്നില്ലേ, അവർ അനുസരിക്കുന്നില്ലേ എങ്കിൽ ഒന്ന് ഓർത്തുകൊള്ളുക, അവർ എന്തോ തിന്മയിൽ പൈശാചിക ബന്ധനത്തിൽ പെട്ടുകിടക്കുകയാണ്. ആ മക്കളെ വീണ്ടെടുക്കുമ്പോൾ ആ മക്കളുടെ ജീവിതത്തെ സുരക്ഷിതപ്പെടുത്താൻ നമുക്ക് സാധിക്കും. യേശയ്യാ 54:13 കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.